ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഓം ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്യേ. ഹരി ഓം. SPYSS NYC മലയാളം ഓൺലൈൻ സമിതി നടത്തിവരുന്ന ഈ വർഷത്തെ രാമായണ മാസാചരണം ഇന്ന് 19ാം ദിവസത്തിലേക്ക് കിടക്കുകയാണല്ലോ. ഇന്ന് നമുക്ക് ഭക്തിപൂർവം പാരായണം ചെയ്യുന്ന ഈ സന്ധ്യാവേളയിൽ ഒന്നാമതായി ജ്യോതി അക്ക, 2 ലളിതാ മുരളി അക്ക, 3 സുകുമാരി അക്ക എന്ന് ഈ 3 പേരാണ്. അതുപോലെ വളരെ ഭംഗിയായി സാരാംശം പറയുന്നതിനായി നമ്മുടെ പ്രിയങ്കരിയായ രമാക്കയാണ്. എല്ലാവർക്കും ഈ വേദിയിലേക്ക് വളരെ സ്നേഹത്തോടെ വളരെ ബഹുമാനത്തോടെ ഞാൻ സ്വാഗതം പറയുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഇത് ശ്രവിച്ച് വളരെ ശ്രദ്ധയോടെ ഈ പാരായണം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോരുത്തർക്കും പ്രത്യേകം ഈ വേദിയിലേക്ക് സ്വാഗതം പറഞ്ഞുകൊണ്ട് ആദ്യമായി ജ്യോതിയക്കയെ ഈ പാരായണത്തിനായി ക്ഷണിച്ചുകൊള്ളുന്നു. ഹരി ഓം. ഹരി ഓം. ഹരിശ്രീ ഗണപതയേ നമഃ. വിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമഃ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമ ഭദ്രാജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ. ശ്രീരാമ രമാപദേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. സുന്ദരകാന്ഡം. രാവണന്റെ ഇച്ഛാഭംഗം. അനുസരണ മധുരരസ വചന വിഭവങ്ങളാൽ ആനന്ദരൂപിണിയോടു ചൊല്ലിയിടിനാൻ. ശൃണു സുമുഖി തവ ചരണ നളിന ദാസോസ്മ്യഹം ശോഭനശീലേ പ്രസീദ പ്രസീദ മേ. നിഖില ജഗദധിപം അസുരേശ മാലോക്യമാം നിന്നിലേ നീ മറഞ്ഞെന്തിരും നീടുവാൻ. ത്വരിതമതി കുതുക മൊടുമൊന്നു മൂക്കിയിടുമാം ത്വൽഗതമാനസൻ എന്നറിയെന്നെ നീ. ഭവതി തവ രമണമഭി ദശരഥ തനൂജനെ പാർത്താൽ ചിലർക്കു കാണാം ചിലപ്പോളെടോ. പല സമയമഖില ദിശി നന്നായി തിരകിലും ഭാഗ്യവതാമഭി കണ്ടു കിട്ടാഭരം. സുമുഖി ദശരഥ തനയനാൽ നിനക്കേതുമേ സുന്ദരീ കാര്യമില്ലെന്നു ധരിക്ക നീ. ഒരു പൊഴുതും അവനു പുനരൊന്നിലും ആശയില്ലോർത്താൽ ഒരു ഗുണമില്ലവനോമലേ. സുദൃഢം അനവരതമുപഗുഹനം ചെയ്കിലും സുബ്രൂ സുചീര മരികെ വസിക്കിലും തവ ഗുണസമുദയ മലിവോടു ഭുജിക്കലും താൽപര്യം നിന്നില്ലവനേതുമേ. ശരണം അവനൊരുവരും ഒരിക്കലുമില്ലിനി ശക്തിവിഹീനൻ വരികയുമില്ലല്ലോ.
കിമപി നഹി ഭവതി കരണീയം ഭവതിയാൽ കീർത്തിഹീനൻ കൃതജ്ഞൻ തുലോം നിർമ്മമൻ മതരഹിതനറികരുതു കുരുതുമളവാർക്കുമേ മാനഹീനൻ പ്രിയേ പണ്ഡിതമാനവൻ നിഖില വനചര നിവഹ മധ്യസ്ഥിതൻ ദൃശ്യം നിഷ്കിഞ്ചന പ്രിയൻ ദേദഹീനാത്മകൻ ശോഭജനോ മൊരവനിസുര വരനും അവനൊക്കുമീശ്വാക്കളും ഗൂക്കളും ഭേദമില്ലേതുമേ ഭവതിയെയും ഒരു ശബരതരുണിയെയും ആത്മനാ പാർത്തു കണ്ടാലവനില്ല ഭേദം പ്രിയേ ഭവതിയെയും അകതളിരിലവനിയും മറന്നിതു ഭർത്താവിനെ പാർത്തിരുന്നതിനി മതിയും ത്വയി വിമുഖനവന നിശമതിനു നഹി സംശയം ത്വദ്വാസദാസ്യോഹമത്യ ഭജസ്വമാം കരഗതമൊരമലമണിവരം മുടനുപേക്ഷിച്ചു കാശത്തെ എന്തു കാക്ഷിക്കുന്നതിനോമലേ സുരദീജ ധനുജ ഭുജഗാപ്സരാ ഗന്ധർവ സുന്ദരീ വർഗം പരിചരിക്കുന്നുദാ നിയതമതിഭയ സഹിതം അമിത ബഹുമാനേന നീ മൽപരിഗ്രഹമായി മരുവീടികിൽ കളയരുതു സമയമിഹ ചെറുതു വെറുതേ മമ കാന്തേ കളത്രമായി വാഴ്ക നീ സന്തതം കളമൊഴികൾ പലരുമിഹ വിടുപണികൾ ചെയ്യും അക്കാലനും പേടിയുണ്ടെന്നെ മനോഹരേ പുരുഷഗുണമിഹ മനസി കരുതു പുരുഹൂതനാൽ പൂജ്യനാം പുണ്യപുമാനെന്നറികനാമാം സരസമനുസര സദയമയിതവ വശാനുഗം സൗജന്യ സൗഭാഗ്യ സാര സർവസ്വമേ സരസിരുഹമുഖി ചരണ കമലപതിദോസ്മ്യഹം സന്തതം പാഹി മാം പാഹി മാം പാഹി മാം വിവിധമിതി ദശവധനനുസരണപൂർവകം വീണു തൊഴുതപേക്ഷിച്ചോരനന്തരം ജനകജയും അവനോട് നിടയിലൊരു പുൽക്കൊടി ജാതരോഷം നുള്ളിയിട്ടു ചൊല്ലിയിടിനാൾ സവിതൃകുലതിലക നിലതീവ ഭീത്യാഭവാൻ സന്യാസിയായി വന്നിരുവരും കാണാതെ സഭയമതി വിനയമൊടു ശുണീവ ഹവിദ്രധ്വരേ സാഹസത്തോടു മാം കട്ടുകൊണ്ടിലയോ ദശവധനാം സുദൃഢമനുചിതമിതു നിനയ്ക്കനീ തൽഫലം നീതാൻ അനുഭവിക്കും ദൃഢം ദശരഥജ നിശിത ശരദലിതവപുഷാ ഭവാൻ ദേഹം വിനായമലോകം പ്രവേശിക്കും രഘുജനനതിലകനൊരു മനുജാനിധി മാനസേ രാക്ഷസ രാജാ നിനക്കു തോറ്റമ്പലാൽ ലവണജലനിധിയെ രഘുകുലതിലകനശ്രമം ലംഘനം ചെയ്യും അതിനില്ല സംശയം ലവസമയമൊടു നിഷിധ വിശിഖ പരിപാദേന ലങ്കയും ഭസ്മമാക്കിയിടുമരക്ഷണാൾ സഹജസുത സജീവ ഫല പതികളോടു കൂടവേ സന്നമാം നിന്നുടെ സൈന്യവും നിർണയം അവനവൻ അനിപുണതര നവനീഭരനാശനൻ അധ്യനാഥാവപേക്ഷിച്ചതു കാരണം അവതരണമനമവനിതല മതില ദിധയാഭരൻ ആശു ചെയ്തിടിനാൻ നിന്നെയൊടുക്കുവാൻ ജനക നൃപവരനു മകളായി പിറന്നേനഹം ചെമ്മേയതിന്നൊരു കാരണഭൂതയായി അരികതവ മനസി പുനരിനി വിരവിനോടു വന്നാശുമാം കൊണ്ടുപോം നിന്നെയും കൊന്നവൻ മിഥില നൃപതി മകൾ പരുഷവചനങ്ങൾ കേട്ടേറ്റവും ക്രുദ്ധനായൊരു ദശാനനൻ അതിജപരകരഭുവി കരാളം കരവാളുമാശു ഭൂപുത്രിയെ കൊല്ലുവാനോങ്ങിനാൻ അതു പൊഴുതിലധികരുണയോടുമയതനൂജയു മാത്മഭർത്താരം പിടിച്ചടക്കിടിനാൾ ഒഴികൊഴിക ദശവധന ശൃണുമമ വജോ ഭവാൻ നൊല്ലാതെ കാര്യമോരായിക മൂഢപ്രഭുവും ത്യജമനോജതരുണിയയൊരു ഉടയവരുമെന്നിയെ ദീനയായി ദുഃഖിച്ച ധീവ കൃശാംഗിയായി പതിവിരഹ പരവശതയൊടുമിഹ
പരാലയേ പാതിവ്രത്യമാലംബ്യ രാഘവം. പകലിരവു നിശിചരികൾ പരുഷവചനം കേട്ടു പാരം വശം കെട്ടിരിക്കും നിതുമിവൽ ദുരിതമിതിലധികമിഹ നഹി നഹി സുധുർമതേ ദുഷ്കീർത്തി ചേരുമോ വീരപുംസാം വിഭോ. സുരതനൂജദിദ്വിജ ഭുജഗാപ്സരോ ഗന്ധർവ സുന്ദരീ വർഗം നിനക്കുവശഗതം ദശമുഖനുമധിക ജലനാശു മണ്ഡോദരി ദാക്ഷിണ്യവാക്കുകൾ കേട്ടു സലജ്ജനായി നിശിചരികളോടു സദയം അവനു മുര ചെയ്തിതു നിങ്ങൾ പറഞ്ഞു വശത്തു വരുത്തുവിൻ. ഭയജനനവചന മനുസരണവചനങ്ങളും ഭാവവികാരങ്ങൾ കൊണ്ടും ബഹുവിധം അവനിമകൾ അകതളിരഴിച്ചെങ്കലാക്കുവിൻ. നമ്പോടു 2 മാസം പാർപ്പനിയും. ഇനി രജനിചരികളോടു ദശവദനനും പറഞ്ഞീർഷയോടന്തപുരം പുക്കുമേവിനാൻ. അതികടുന പരുഷ തരവചന ശരമേൽക്കയാൽ ആത്മാവു ഭേദിച്ചിരുന്നിതു സീതയും. അനുചിതമിതലമലമടങ്ങുവിൻ നിങ്ങളെന്നപ്പോൾ തൃജടയുമാശു ചൊല്ലിടിനാൾ. ശൃഡുവചനമിതു മമ നിശാചര സ്ത്രീകളെ ശീലാവതിയെ നമസ്കരിച്ചിടുവിൻ. സുഖരഹിത ഹൃദയമുടുറങ്ങിനൊട്ടു ഞാൻ സ്വപ്നമാഹന്ത കണ്ടേനിധാനി ദൃഢം. അഖില ജഗദധിപൻ അഭിരാമനാം രാമനു മൈരാവതോപരി ലക്ഷ്മണവീരനും ശരനികര പരിപദന ദഹനഗണജാലേന ശങ്കാവിഹീനം ദഹിപ്പിച്ചു ലങ്കയും. രണശിരസി ദശമുഖനെ നിഗ്രഹിച്ച ശ്രമം രാക്ഷസരാജ്യം വിഭീഷണനും നൽകി. മഹിഷിയെയും അഴകിനോടു പടിയിൽ വെച്ചാദരാൽ മാനിച്ചു ചെന്നയോധ്യാപുരം മേവിനാൻ. പുലിശധരരിപു ദശമുഖൻ നഗ്നരൂപിയായി ഗോമയമായ മഹാഹൃദം തന്നിലേ തിലരസവുമുടൽ മുഴുവൻ അല്ലീവിനോടണിഞ്ഞുടൻ ധൃത്വാ നളധമാല്യം നിജമൂർധനെ നിജസഹജ സജീവസുധൻ സൈന്യ സമേതനായി നിർമ്മഗ്നനായി കണ്ടു വിസ്മയം തേടിനേൻ. രജനിചരകുലപതി വിഭീഷണൻ ഭക്തനായി രാമപാദാബ്ജവും സേവിച്ചു മേവിനാൻ. കലുഷതകൾ കളവനിഹ രാക്ഷസ സ്ത്രീകളെ കണ്ടുകൊള്ളാമിതു സത്യമത്രേ ദൃഢം. കരുണയൊടു വയമതിനു കതീഭയധിനം മുതാ കാത്തുകൊള്ളേണമിവളെ നിരാമയം. രജനിചര യുവതികളിതി ത്രിജടാവജോരീതി കേട്ടത്ഭുതഭീതി പൂണ്ടിടിനാർ. മനസി പരവശതയോടുറങ്ങിനാരേവരും മനസേ ദുഃഖം കലർന്നു വൈദേഹിയും. ഹനുമൽ സീതാ സംവാദം. ഉഷസി നിശിചരികളിവരുടലും ഭക്ഷിക്കുമുറ്റവരായിട്ട ഒരുത്തരുമില്ലമേ. മരണമിഹ വരുവതിനും ഒരു കഴിവു കണ്ടീല. മാനവവീരനും എന്നെ മറന്നിതു. കളവനിഹ വിരവിനൊടു ജീവനമദ്യ ഞാൻ. കാകുൽസ്ഥനും കരുണാഹീനനെത്രയും മനസി മുഹുരിവ പലതുമോർത്തു സന്താപേന മന്ദമന്ദമെഴുന്നേറ്റു നിന്നാകുലാൽ. തരളതര ഹൃദയമൊടു ഭർത്താരമോർത്തോർത്തു താണുകിടന്നൊരു ശിഞ്ചപാശാഖയും. സഭയ പരവശ തരളമാലംബ്യ ബാഷ്പവും സന്തതം വാർത്തു വിലാപം തുടങ്ങിനാൾ. പവനസുതനിവ പലവുമാലോക്യ മാനസേ പാർത്തു പതുക്കെ പറഞ്ഞു തുടങ്ങിനാൻ. ജഗതമല നയന രവി ഗോത്രേ ദശരഥൻ ജാതനായാനവൻ. തന്നെ പുത്രരായി രതിരമണ തുല്യരായി 4 പേരുണ്ടിതു രാമ ഭരത സൗമിത്രി ശത്രുഘ്നന്മാർ. രജനിചരകുല നിധന ഹേതുഭൂതൻ പിതുരാജ്ഞയാ കാനനം തന്നിൽ വാണീടിനാൻ. ജനകനൃപസുതയും അവരജനുമായി സാദരം ജാനകി ദേവിയെ തത്ര ദശാനനൻ
കപടയതി വേഷമായി കട്ടുകൊണ്ടിടിനാൻ. കാണാഞ്ഞു ദുഃഖിച്ചു രാമനും തമ്പിയും. വിപിന ഭുവി വിരവോട് തിരഞ്ഞു നടക്കുമ്പോൾ വീണുകിടക്കും ജടായുവിനെ കണ്ടു. പരമഗതി പുനരവനു നൽകിയ മാല്യവൽ പർവ്വത പാർശ്വേ നടക്കും വിധൗ തഥാ. തരണിസുതനോട് സപതി സഖ്യവും ചെയ്തിതു. സത്വരം കൊന്നിതു ശക്രസുതനെയും. തരണിതനയനുമധ കപീന്ദ്രനായി വന്നിതു. തൽപ്രത്യുപകാരമാശു സുഗ്രീവനും കപിവരരവിരവിനോട് 4 ദിക്കിങ്കലും കണ്ടുവരുവാനായ ചോരനന്തരം. പുനരവരിലൊരുവൻ അഹമത്ര വന്നിടിനേൻ. പുണ്യവാനായ സമ്പാദ്യതൻ വാക്കിനാൽ ജലനിധിയും ഒരു ശതകയോജന വിസ്തൃതം ചെമ്മേ കുതിച്ചു ചാടിക്കടന്നിടിനേൻ. രജനിചരപുരിയിൽ മുഴുവൻ തെരഞ്ഞേനഹം. രാത്രിയിലത്ര താതാനുഗ്രഹവശാൽ തരുനികരവരമരിയ ശിംശപാവൃക്ഷവും തന്മൂലദേശേ ഭവതിയെയും മുതാ കനിവിനോടു കണ്ടു കൃതാർത്ഥനായേനഹം. കാമലാഭാൽ കൃതകൃത്യനായിടിനേൻ. ഭഗവതനുചരരിലഹം അഗ്രേസരൻ മമ ഭാഗ്യമഹോ മമ ഭാഗ്യം നമോസ്തുതേ. പ്ലവക കുലവരനിധി പറഞ്ഞടങ്ങിടിനാൻ. പിന്നെ ഇളകാതിരുന്നാല രക്ഷണം. കിമിത് രഘുകുലവര ചരിത്രം ക്രമേണമേ കീർത്തിച്ചിതാകാശമാർഗേ മനോഹരം. പവനനൊരു കൃപയോടു പറഞ്ഞു കേൾപ്പിക്കയോ. പാപിയാമെന്നുടെ മാനസഭ്രാന്തിയോ. സുചിരതരമൊരു പൊഴുതുറങ്ങാതെ ഞാനിഹ സ്വപ്നമോ കാൺമാൻ അവകാശമില്ലല്ലോ. സരസതരപതി ചരിതമാശു കർണാമൃതം. സത്യമായി വന്നിതാവൂ മമ ദൈവമേ. ഒരു പുരുഷനിതു മമ പറഞ്ഞുവെന്നാകിൽ അത്യുത്തമൻ മുമ്പിൽ മേ കാണായി വരേണമേ. ജനക നൃപധുദ്രുവചനം കേട്ടു മാരുതി ജാതമോദം മന്ദമന്ദമിറങ്ങിനാൻ. വിനയമൊടുമവനി മകൾ ചരണം നളിനാന്തികെ വീണു നമസ്കരിച്ചാൻ ഭക്തിപൂർവകം. തൊഴുതു ചെറുതകലയവനാശു നിന്നിടിനാൻ. തുഷ്ട്യാ കലപിംഗതുല്യ ശരീരനായി. ഇവിടെ നിശിചരപതി വലിയ മുഖവേഷമായി എന്നെ മോഹിപ്പിപ്പതിന്നു വരികയോ. ശിവ ശിവ കിമിതി കരുതി മിഥില നൃപപുത്രിയും ചേതസി ഭീതി കലർന്നു മരുവിനാൾ. കുസൃതി ദശമുഖനു ബരുതെന്നു നിരൂപിച്ചു കുമ്പിട്ടിരുന്നതു കണ്ടു കപീന്ദ്രനും. ശരണമിഹ ചരണ സരസിജമഖില നായികേ. ശങ്കിക്ക വേണ്ട കുറഞ്ഞൊന്നുമെന്നെ നീ. തവ സജീവനഹമിഹ തഥാവിധനല്ലഹോ. ദാസോസ്മി കോസലേന്ദ്രസ്യ രാമസ്യ ഞാൻ. സുമുഖി കപികുലതിലകനായ സൂര്യാത്മജൻ സുഗ്രീവഭൃത്യൻ ജഗൽ പ്രാണനന്ദനൻ. കപടമൊരുവരോടും ഒരു പൊഴുതുമറിയും നീല കർമ്മണാവാച മനസാഭിമാതാവേ. പവനസുത മധുരതരവചനമതു കേട്ടുടൻ പത്മാലയാദേവി ചോദിച്ചിതാദരാൽ. മൃദുസ്ഫുടവർണവാക്യം തെളിഞ്ഞിങ്ങനെ ചൊല്ലുന്നവർ കുറയും തുലോം. സദയമിഹ വദമനുജ വാനരജാതികൾ തങ്ങളിൽ സംഗതി സംഭവിച്ചിടുവാൻ. കലിത രുചിദഹനഭുവി കാരണമെന്തടോ. കാരുണ്യവാരാനിധേ കവികുഞ്ചര. തിരുമനസി ഭവതി പെരികെ പ്രേമമുണ്ടെന്നതെന്നോട് ചൊന്നതിൻ മൂലവും ചൊല്ലു നീ. ശൃണു സുമുഖി നിഖിലമഖിലേശ വൃത്താന്തവും. ശ്രീരാമദേവനാണേ സത്യമോമലേ. ഭവതി പതിവചനം അവലംബ്യ രണ്ടംഗമായി ആശ്രയാശങ്കലും ആശ്രമത്തിങ്കലും. മരുവിനതു പൊഴുതിലൊരു കനകമൃഗമാലോക്യ മാനിനു പിമ്പേ നടന്നു രഘുപതി. നിശിതതര വിശിഖഗണ ചാപവുമായി ചെന്നു നീചനാം മാരീചനെ കൊന്നു രാഘവൻ. ഉടനുടലുമുലേ മുഹുരുടജ ഭുവി വന്ന പോതുണ്ടായ വൃത്താന്തമോ പറയാവതോ. ഉടനവിടെയടവിയിലടയ നോക്കിയും ഒട്ടുകരഞ്ഞു തിരഞ്ഞുഴലും വിധോ. ഗഹന ഭുവി ഗഗനതരപതി ഗരുഡ സന്നിഭൻ കേണുകിടക്കും ജടായുവിനെ കണ്ടു.
അവനുമഥ തവ ചരിതമഖിലമറിയിച്ചളവാശു കൊടുത്തിതു മുക്തി പക്ഷീന്ദ്രനും. പുനരടവികളിൽ അവരജേനസാഗം ദ്രുതം പുക്കു തിരഞ്ഞു കബദ്ധഗതി നൽകി. ശബരി മരുവിന മുനിവരാശ്രമേ ചെന്നുടൻ ശാന്താത്മകൻ മുക്തിയും കൊടുത്തിടിനാൻ. അഥ ശബരി വിമല വചനേന പോൻ ദൃശ്യമൂകാദ്രി പ്രവര പാർശ്വേ നടക്കും വിധോ. തപനസുതനിരുവരെയും അഴകിനോട് കണ്ടതി താൽപര്യം ഉൾക്കൊണ്ടയച്ചിതെന്നെത്തത് ബദ രവികുലോത്ഭവന്മാരുടെ സന്നിധോ ബ്രഹ്മചാരി വേഷമാനം വ്യചെന്നു ഞാൻ. നൃപതി കുലവര ഹൃദയം അഖിലവും അറിഞ്ഞതി നിർമ്മലന്മാരെ ചുമലിലെടുത്തു ഞാൻ. തരണി സുത നികടഭുവി കൊണ്ടു ചെന്നീടിനേൻ സഖ്യം പരസ്പരം ചെയ്യിച്ചിതാശു ഞാൻ. ദഹനനെയും അഴകിനോട് സാക്ഷിയാക്കിക്കൊണ്ടു ദണ്ണമിരുവർക്കും ആശു തീർത്തിയിടുവാൻ. തപനസുത ഗൃഹിണിയെ ബലാലടക്കിക്കൊണ്ടു താരാപതിയെ വധിച്ചു രഘുവരൻ. ദിവസകരതനേനു കൊടുത്തിതു രാജ്യവും ദേവിയെ ആരാഞ്ഞു കാൺമാൻ കവീന്ദ്രനും. പ്ലവക കുലപരിവൃഢരെ നാലു ദിക്കിങ്കലും പ്രത്യേകമേ കൈകലക്ഷം നിയോഗിച്ചാൻ. അതു പൊഴുതു രഘുപതിയും അലിവൊടരികെ വിളിച്ചങ്കുലീയം മമ കയ്യിൽ നൽകിയിടിന. ഇതു ജനക നിർബതി മകൾ കയ്യിൽ കൊടുക്ക നീ എന്നുടെ നാമാക്ഷരാൻവിതം. പിന്നെയും സവതി തവ മനസി ഗുരുവിശ്വാസ സിദ്ധയെ സാദരം ചൊന്നാനടയാളവാക്യവും. അതു ഭവതി കരതളിരിലിനി വിരവിൽ നൽകുവനാലോകയാലോകയാനന്ദപൂർവകം. ഇതി മധുരതരം അനിലതനയൻ ഉര ചെയ്തുടൻ ഇന്ദിരാദേവിതൻ കയ്യിൽ നൽകിയിടിനാൻ. പുനരധിക വിനയമൊടു തൊഴുതു തൊഴുതാതരാൽ പിന്നോക്കിൽ വാങ്ങി വണങ്ങി നിന്നിടിനാൻ. മിഥില നൃപസുതയും അതു കണ്ടതി പ്രീതയായി മേന്മേലൊഴുകുമാനന്ദ ബാഷ്പാകുലം. രമണമിവ നിജ ശിരസി കനിവിനോടു ചേർത്തിതു രാമനാമാങ്കിതമങ്കുലീയം മുതാ. പ്ലവക കുല പരിവൃഢ മഹാമതിമൻ ഭവാൻ പ്രാണദാതാ മമ പ്രീതികാരി ദൃഢം. ഭഗവതി പരമാത്മനി ശ്രീനിധൗ രാഘവേ ഭക്തനതീവ വിശ്വാസ്യൻ ദയാപരൻ. പല ഗുണവുമുടയവരെ ഒഴികെ മറ്റാരെയും ഭർത്താവയക്കയുമില്ല മത്സന്നിധൗ. മമ സുഖവും അനുദിനമിരിക്കും പ്രകാരവും മൽപരിതാപവും കണ്ടുവല്ലോ ഭവാൻ. കമലദല നയനകതളിരിഴി മാം പ്രതി കാരുണ്യമുണ്ടാം പരിചറിയിക്ക നീ. രജനി പരവശൻ അശനമാക്കുമെന്നെ കൊണ്ടു 2 മാസം കഴിഞ്ഞാലെന്നു നിർണയം. അതിനിടയിൽ വരുവതിനു വേല ചെയ്തിടു നീ അത്ര നാളും പ്രാണനെ ധരിച്ചിടുവൻ. ത്വരിതമിഹ ദശമുഖനെ നിഗ്രഹിച്ചെന്നുടെ ദുഃഖം കളഞ്ഞു രക്ഷിക്കുന്നു ചൊല്ലു നീ. അനിലതനയനും അഖില ജനനി വചനങ്ങൾ കേട്ടാകുലം തീരുവാനാശു ചൊല്ലിടിനാൻ. അവനിപതി സുതനോടടിയൻ ഭവദ്വാർത്തകൾ അങ്ങുണർത്തിച്ചു കൂടുന്നതിൻ മുന്നമേ അവരജനും അഖില കവികുലബലവുമായി മുതിർന്നാശു വരുമതിനില്ലൊരു സംശയം. സുതസജീവ സഹജൻ സഹിതം ദശഗ്രീവനെ സൂര്യാത്മജാലയത്തിനയക്കും ക്ഷണാൽ. ഭവതിയെയും അതികരുണമഴകിനോടു വീണ്ടു നിൻ ഭർത്താവയോധ്യക്കെഴുന്നള്ളുമാതരാൽ. ഇതി പവനസുത വചനമുടമയോടു കേട്ടബോധിന്ദിരാദേവി ചോദിച്ചരുളിയിടിനാൾ. ഇഹ വിതത ജലനിധിയെ നിഖില കവിസേനയോടേതൊരു ജാതി കടന്നു വരുന്നതും മനുജ പരിവൃഢനിധി വിചാരിച്ച നേരത്തു മാരുതി മൈഥിലിയോടു ചൊല്ലിയിടിനാൻ. മനുജ പരിവൃഢയും അവ അമരജനയും അമ്പോട് മറ്റുള്ള വാനര സൈന്യത്തെയും ക്ഷണാൽ മമ ചുമലിൽ വിരവിനോടെടുത്തു കടത്തുവൻ. മൈഥിലിക്കും വിഷാദം വൃഥാ മാനസേ.
ലഘുതരമമിത രജനിചര കുലമശേഷേണ ലങ്കയും ഭസ്മമാക്കിയിടും അനാകുലം. ദ്രുതമതിനു സുതനു മമ ദേഹ്യനുജ്ഞാമിനി ദ്രോഹം വിനാഗമിച്ചിടുവാനോമലേ. വിരഹ കലുഷിത മനസി രഘുവരനുമാം പ്രതി വിശ്വാസമാശു വന്നിടുവാനായി മുതാ. തരിക സരഭസം ഒരടയാളവും വാക്യവും താവകം ചൊല്ലുവാനായി അരുൾ ചെയ്യണം. ഇതി പവന തനയ വചനേന വൈദേഹിയുമിത്തിരി നേരം വിചാരിച്ചു മനസേ. ചിഗുരഭരമതിൽ വരുവും അമല ചൂടാമണിയും ചിന്മയി മാരുതി കയ്യിൽ നൽകിയിടിനാൾ. ശൃണുതനയ പുനരൊരടയാള വാക്യം ഭവാൻ ശ്രുത്വാ ധരിച്ചു കർണേ പറഞ്ഞിടു നീ. സപതി പുനരതു പൊഴുതു വിശ്വാസം എന്നുടെ ഭർത്താവിനുണ്ടായി വരുമെന്നു നിർണയം. ചിരമമിത സുഖമൊടു ഒരു തപസി ബഹുനിഷ്ഠയാ ചിത്രകൂടാചലത്തിങ്കൽ വാഴും വിധൗ പലലമതു പരിചിനൊടുണക്കുവാൻ ചിക്കി ഞാൻ പാർത്തതും കാത്തിരുന്നിടും ദശാന്തരെ. തിരുമുടിയും അഴകിനൊടുമടിയിൽ മമ വച്ചുടൻ തീർത്ഥപാദൻ വിരവോടുറങ്ങിയിടിനാൻ. അതുപൊഴുതിൽ അതിചപലനായ ശക്രാത്മജൻ ആശുകാകാകൃതി പൂണ്ടുവന്നിടിനാൻ. പല പൊഴുതു പലല ശകലങ്ങൾ കൊത്തിയിടിനാൻ ഭക്ഷിച്ചു കൊള്ളുവാനെന്നോർത്തു ഞാൻ കഥാ. പരുഷതരം ഉടനെടുത്തെറിഞ്ഞിടിനേൻ പാഷാണജാലങ്ങൾ കൊണ്ടവൻ. വപുഷി മമശിത ചരണനഖര തുണ്ടങ്ങളാൽ വായ്പോടു കീറിനാനേറെ കുപിതനായി. പരമപുരുഷനും ഉടനുണർന്നു നോക്കും വിധൗ പാരമൊലിക്കുന്ന ചോര കണ്ടാകുലാൽ. തൃണശകലമതി കുപിതനായെടുത്ത ശ്രമം ദിവ്യാസ്ത്രമന്ത്രം ജപിച്ചയച്ചിടിനാൻ. സഭയമവൻ അഖില ദിശി പാഞ്ഞു നടന്നിതു സങ്കടം തീർത്തു രക്ഷിച്ചു കൊണ്ടിടുവാൻ. അമരവതി കമലജ ഗിരീശമുഖ്യന്മാർക്കുമാവതല്ലം നയച്ചോരവസ്ഥാന്തരേ. രഘുതിലകനടി അലരിലവശമടു വീണിതു രക്ഷിച്ചു കൊള്ളേണമെന്നെ കൃപാനിധേ. അവരമൊരു ശരണമിഖ നഹി നഹി നമോസ്തുതേ. ആനന്ദമൂർത്തേ ശരണം നമോസ്തുതേ. ഇതി സഭയമടിമലരിൽ വീണുകേണീടിനാൻ ഇന്ദ്രാത്മജനാം ജയന്തനുമന്നേരം. സവിതൃകുലതിലകനഥ സസ്മിതം ചൊല്ലിനാൻ സായകം നിഷ്ഫലമാകയില്ലെന്നുമേ. അതിനു തവ നയനം അതിലൊന്നു പോം നിശ്ചയമന്തരമില്ല നീ പൊയ്ക്കൊള്ളുക നിർഭയം. ഇതി സദയമനുദിവസം എന്നെ രക്ഷിച്ചവനിന്നുപേക്ഷിച്ചതെന്തെന്നുടെ ദുഷ്കൃതം. ഒരു പിഴയും ഒരു പൊഴുതിൽ അവനോട് ചെയ്തില്ല ഞാൻ. ഓർത്താൽ ഇതെന്നുടെ പാപമേ കാരണം. വിവിധമിതി ജനക നൃപ ദുഹൃദുർവർജനം കേട്ടു വീരനാം മാരുതപുത്രനും ചൊല്ലിനാൻ. ഭവതി പുനരിവിടെ മരുവീടുന്നതേതുമേ. ഭർത്താവറിയായ കൊണ്ടു വരാഞ്ഞതും ജഡിതി വരുമിനി നിശിരൗഘവും ലങ്കയും ശാഖാമൃഗാവലി ഭസ്മമാക്കും ദൃഢം. പവനസുതവചനമിതി കേട്ടു വൈദേഹിയും പാരിച്ച മോദേന ചോദിച്ചരുളിനാൾ. അധിക കൃശതനോരിഹ ഭവാൻ കവിവീരരുമീ വണ്ണമുള്ളവരല്ലയോ ചൊല്ലു നീ. നിഖില ശിശിചര അജല നിഭ വിപുലമൂർത്തികൾ നിങ്ങൾ അവരോട് എതിർക്കുന്നതെങ്ങനെ. പവനജനും അവനിമകൾ വചനമതു കേട്ടുടൻ പർവ്വത തുല്യനായി നിന്നാൻ അതിദ്രുതം. അധമിഥില നൃപതി സുതയോടു ചൊല്ലിയിടിനാൻ അഞ്ജനാപുത്രൻ പ്രഭഞ്ജന നന്ദനൻ. ഇതു കരുതു കകമലരിൽ അങ്ങനെയുള്ളവരിങ്ങിരുപത്തൊന്നു വെള്ളം പടവരും. പവനസുത മൃദു വചനമിങ്ങനെ കേട്ടുടൻ പത്മപത്രാക്ഷിയും പാർത്തു ചൊല്ലിയിടിനാൾ. അതിവിമലനമിത ബലനാശരവംശത്തിനന്തകൻ നീയതിന് നാന്തരമില്ലടോ. രജനി വിരവൊടു കഴിയും ഇനിയുഴറുകെങ്കിൽ നീ രാക്ഷസ സ്ത്രീകൾ കാണാതെ നിരാകുലം. ജലനിധിയും അതിചപലമിന്നെ കടന്നങ്ങു ചെന്നു രഘുവരനെ കാൺക നന്ദന. മമ ചരിതമഖിലമറിയിച്ചു ചൂടാരത്നമാശു തൃക്കയിൽ കൊടുക്ക വിരയെ നീ.
വിരവിനോടു വരികരവി സുതനുമൊരു സൈന്യവും വീരപുമാന്മാരിരുവരുമായി ഭവാൻ വഴിയിലൊരു പിഴയും ഉപരോധവും എന്നിയെ വായു സുതാ പോക നല്ലവണ്ണം ധ്രുവം വിനയഭയ കുതുക ഭക്തി പ്രമോദാൻവിതം വിരൻ നമസ്കരിച്ചിടിനാൻ അന്തികെ പ്രിയവചന സഹിതനഥ ലോകമാതാവിനെ പിന്നെയും 3 വലത്തു വച്ചിടിനാൻ വിടതരിക ജനനി വിടകൊള്ളുവാൻ അടിയനു വേഗേന ഖേദം വിനാ വാഴ്ക സന്തതം ഭവതു ശുഭമയി തനയ പഥി തവ നിരന്തരം ഭർത്താരമാശു വരുത്തിയിടുകത്ര നീ സുഖമൊടിഹ ജഗതി സുചിരം ജീവജീവനീ സ്വസ്ത്യസ്തു പുത്രതേ സുസ്ഥിര ശക്തിയും അനിലതനയനും അഖില ജനനിയോടു സാദരമാശിർവചനമാതായ പിൻവാങ്ങിനാൻ പൂർവം രാമതപോവനാനിഗമനം ഹത്വാമൃഗം കാഞ്ചനം വൈദേഹീ ഹരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലേ നിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീ ദാഹനം പശ്ചാത് രാവണ കുംഭകർണ നിധനം ഏതദ്ധി രാമായണം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി സർവം ശ്രീനാരായണായേതി സമർപ്പയാമി സർവം ശ്രീ നാരായണായേതി സമർപ്പയാമി. ഹരി ഓം. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളിപ്പോ ആ സുന്ദരകാന്ഡം തന്നെയാണ് വായിച്ചത് അല്ലെ. സുന്ദരമായ ഒരു കാണ്ഡം. അതിന് പേര് വരാൻ കാരണം ആ ആഞ്ജനേയ സ്വാമിയുടെ സുന്ദരമായ ഭംഗി തന്നെയാണെന്നാണ് പറയുന്നത്. കൂടാതെ അതിൽ പ്രതിപാദിച്ചിരിക്കുന്ന ആ വാക്യങ്ങളിലെ അക്ഷരങ്ങളൊന്ന് നോക്കിയാലും നമുക്കറിയാം ഒന്നിനോടൊന്ന് ചേർത്ത് ആ പ്രാസം ഒപ്പിച്ചുകൊണ്ടുള്ള സുന്ദരമായ അക്ഷരങ്ങൾ. അങ്ങനെ ഹനുമാസ്വാമി ഇന്നലെ നമ്മൾ കാണുകയുണ്ടായി. ഹനുമാസ്വാമി സമുദ്രം ചാടിക്കടക്കുന്നു. അവിടെ വരുന്ന ആ പ്രതിബന്ധങ്ങളെല്ലാം അതിനെയെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് ലക്ഷ്യസ്ഥാനത്തേക്ക് കുതിച്ച് പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. അപ്പൊ നമ്മളും ഒക്കെ അറിയേണ്ട ഒരു കാര്യമാണ്, നമ്മളുടെ ലക്ഷ്യത്തിലേക്ക് നോട്ടം ഇട്ടുകൊണ്ട് നമ്മൾ അതിന് ഇടയിൽ വരുന്ന തടസ്സങ്ങളെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം എന്നുള്ള ഒരു തത്വം കൂടെ നമുക്ക് അവിടെ ഹനുമാസ്വാമി കാണിച്ചു തരികയാണ്. അങ്ങനെ ലങ്കയിലെത്തുന്നു. ലങ്കയില് കവാടത്തിൽ നിൽക്കുന്ന ലങ്കാലക്ഷ്മിയെ മോക്ഷം കൊടുത്തുകൊണ്ട് അങ്ങനെ ഹനുമാസ്വാമി ഉള്ളിലേക്ക് കയറുകയാണ്. ലങ്കാ നഗരിയിൽ പ്രവേശിക്കുന്നു. അവിടെയുള്ള ആ സ്ഥലങ്ങൾ രാത്രി സമയമായതുകൊണ്ട് ശരിക്കൊന്നും കാണാൻ കഴിയുന്നില്ല. എന്നാലും അങ്ങനെ ചുറ്റി നടന്ന് സീതാദേവിയെ തിരയുകയാണ് ചെയ്യുന്നത്. കുറെ തിരഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു ശിംശഭാ വൃക്ഷ ചുവട്ടിലിരിക്കുന്ന സീതാദേവിയെ കാണുകയുണ്ടായി. സീതാദേവിയാണെന്ന ഒരു പൂർണ്ണ വിശ്വാസത്തോടെയാണ് ഭഗവാൻ ഹനുമാസ്വാമി അവിടെ എത്തുന്നത്. ആ സമയത്ത് രാവണന്റെ വരവാണ്. ഇടയ്ക്കിടയ്ക്ക് രാവണൻ സീതാദേവിയെ സന്ദർശിക്കാറുണ്ട്. തനിക്ക് വശംവദയായോ എന്നറിയാനാണ് കാര്യം. അങ്ങനെ വന്ന് അവിടെ ഈ പ്രാവശ്യം വന്നപ്പോ രാമനെ പറ്റി ഒരുപാട് നിരാശാജനകമായ വർത്താനങ്ങളാണ് അവിടെ പറയണത്. ഒരുപാട് രാമനെ പറ്റി വേണ്ടാത്തതൊക്കെ പറയാണ്. വേണ്ടാത്തതെന്ന് വെച്ചാൽ രാമനെ കൊണ്ട് നിനക്കൊരു ഭർത്താവായിട്ട് രാമനെ കിട്ടില്ല എന്ന് പറയാണ്. കാരണം രാമന്റെ ഉദ്ദേശം, ജന്മ ഉദ്ദേശം വേറെയാണ്. രാമൻ വന്നിരിക്കുന്നത് ഇവിടെ ഒന്നാമത് രാമൻ തന്നെ ഇതാണ്, പരമജ്യോതിസാണ്. അദ്ദേഹത്തിന്റെ കാര്യം നടത്താനായിട്ട് വന്നിരിക്കുകയാണ്. അതിന് നിനക്കൊന്നും വലിയ പ്രാധാന്യം കൊടുക്കില്ല. ഒരു ഭർത്താവിന്റെ സ്ഥാനമോ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അദ്ദേഹത്തിന് ആ ഭക്തജനങ്ങളുടെ ഒക്കെ കാര്യമാണ് വലുത്. നിന്നെ അത്രയും നോട്ടം
അതിൽ നിന്നിൽ ശ്രദ്ധിക്കാനൊന്നും സമയം കിട്ടില്ല എന്ന് പറയാണ്. അങ്ങനെ അത് പിന്നെ പറയാണ്, സ്വയം പുകഴ്ത്താണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ വലിയ എന്താണ് പ്രമാണിയാണ് എന്നാണ് പറഞ്ഞുകൊണ്ടുവരുന്നത്. എല്ലാവിധ സൗകര്യങ്ങളും ഉള്ള നിനക്ക് എന്റെ കൂടെ വരികയാണെങ്കിൽ തന്നെ എല്ലാവിധ സൗകര്യങ്ങളോടും കൂടെ ജീവിക്കാൻ സാധിക്കും. അനേകം ദേവതകള്, അപ്സര സ്ത്രീകള്, ഗന്ധർവ സ്ത്രീകളൊക്കെ നിനക്ക് തോഴിമാരായിട്ട് നിന്റെ കാര്യങ്ങൾ നോക്കാനുണ്ടാവും. വളരെ സുഖമായിട്ടുള്ള ഒരു ജീവിതം നിനക്ക് എന്റെ കൂടെ നേടാം എന്ന് പറയാണ് അവിടെ. പക്ഷെ ഇതുവരെയും തൊടാനൊന്നും ശ്രമിച്ചിട്ടില്ല രാവണൻ. കാര്യം എന്താണെന്ന് വെച്ചാൽ രാവണനൊരു ശാപം കിട്ടിയിട്ടുണ്ട്. ഒരിക്കൽ ഒരു ബ്രാഹ്മണ സ്ത്രീയെ കടന്നു പിടിച്ചിട്ട് അന്ന് അവള് ശാപം കൊടുത്തതാണ്. ഇനി ഏത് സ്ത്രീയെ പിടിച്ചാലും തൊട്ട് കഴിഞ്ഞാൽ എന്താണ് ഭസ്മമാക്കി പോകുമെന്ന്. അതുകൊണ്ട് തന്നെ ഒരു പേടിയോടുകൂടെയാണ് രാമൻ സീതയുടെ അടുത്ത് പെരുമാറുന്നത്. അങ്ങനെ അത് കേട്ട് സീത വളരെ രോഷാകുലയാകുകയാണ് ചെയ്യുന്നത്. അങ്ങനെ തന്റെ ഭർത്താവ് ആരാണെന്നും എവിടെ നിന്ന് വന്നിരിക്കുന്നു, എന്തിനാണ് വന്നിരിക്കുന്നത് എല്ലാ കാര്യങ്ങളും പറയാണ് ചെയ്യുന്നത്. ഇത് കേട്ട് രാവണൻ അങ്ങോട്ട് വളരെ ദേഷ്യം വരികയാണ്. പറയാണ്, ശ്രീരാമൻ ദശരഥ രാജാവിന്റെ പുത്രൻ ബ്രഹ്മാജ്ഞയനുസരിച്ച് അവതാരം എടുത്ത് നിന്നെ കൊല്ലാനായിട്ടാണ് വന്നിരിക്കുന്നതെന്നാണ് പറയുന്നത്. അങ്ങനെ അദ്ദേഹം ഇവിടെ വരികയാണെങ്കിൽ നിന്നെ കൊന്ന് എന്നെ കൊണ്ടുപോകും. നിനക്ക് ഒരിക്കലും എന്നെ പ്രാപിക്കാൻ കഴിയില്ല എന്ന്. കാരണം എന്താണ്? ഞാൻ പതിവ്രതയാണ്. രാമരാമേതി എന്ന് ജപിച്ചുകൊണ്ടാണ് ആ സീത അവിടെ ഇരിക്കുന്നത്. അപ്പൊ പതിവ്രതയായ അവളെ തൊടാനോ അവളെ സ്വന്തമാക്കാനോ സാധിക്കില്ല എന്നുള്ള ഒരു കാര്യം രാവണനെ അറിയിക്കുകയാണ്. അതും ഒരു പുല്ല് മുറിച്ചിട്ടുകൊണ്ട്. എന്ന് വെച്ചാൽ നീ പുല്ലിന് സമമാണ് എന്നുള്ളതായിരിക്കാം. അതല്ലെങ്കിൽ ഈ പുല്ല് മുറിച്ചുകൊണ്ട് ഒരു സത്യവചനവും ആയിരിക്കാം. അങ്ങനെ രാവണനോട് അറിയിക്കുമ്പോ രാവണൻ വിചാരിച്ചതൊന്നും നടക്കാതെ വരുമ്പോ ദേഷ്യം വരുമല്ലോ അല്ലെ സ്വയം. അപ്പൊ അങ്ങനെ ദേഷ്യം വന്ന് ആ ഉറയിൽ നിന്നും വാളൂരി വെട്ടാൻ പോകുകയായിരുന്നു. ആ സമയം മണ്ഡോദരി കൂടെയുണ്ട്. മണ്ഡോദരി പറഞ്ഞു, അരുതരുത്, അവളെ കൊല്ലരുത്. കാരണം അവള് ഒന്നാമത് തന്നെ പതിവ്രതയാണ്. തന്റെ ആരും തന്നെ അടുത്തില്ല. അവളുടെ രക്ഷയ്ക്കായിട്ട് ആരും ഇല്ലാതെ ഇരിക്കുന്നു. കൃശഗാത്രിയായി. അതുകൊണ്ട് തന്നെ ആരും ഇല്ല എന്നുള്ളത് കൊണ്ടും സ്വന്തം പതിയുടെ വിരഹത്തോടെ ഇരിക്കുന്ന അവള് ഭക്ഷണം ഒന്നും കഴിക്കാതെയും ദുഃഖിതയായും ഇരിക്കുന്ന അവള് കൃശഗാത്രിയായിട്ടാണ് ഇരിക്കുന്നത്. കൂടാതെ ഈ നിശാചരികളുടെ പരുഷമായ വാക്കുകളും കേട്ട് വളരെ ക്ഷീണിതയായിരിക്കുന്ന അവളെ ഒന്നും ചെയ്യരുത് എന്ന് പറയാണ്. അത് പിന്നെ പറയാണ്, നിനക്കിവിടെ അന്തഃപുരത്തിൽ ഒരുപാട് സ്ത്രീകളുണ്ട്. ദേവതാ സ്ത്രീകളും അപ്സരസ്സുകളും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അതൊക്കെ എന്താന്ന് പറഞ്ഞാൽ നിന്റെ അധീനത്തിൽ വന്നിരിക്കുന്നതാണ്. മൂഢപ്രഭോ എന്നാണ് പറയുന്നത്. അല്ലയോ മൂഢ, നീ ഇതിനൊന്നും നിൽക്കരുത് എന്ന് പറയാണ്. അങ്ങനെ ആ മണ്ഡോദരിയുടെ വാക്ക് കേട്ട് രാവണൻ അങ്ങനെ പോവാണ്, തിരിച്ചു പോകുന്നു. ഇത് കണ്ട് നമ്മുടെ ആഞ്ജനേയ സ്വാമി പാരിജാത വൃക്ഷം വരെ എത്തി. അവിടെ മേലെയായിട്ട് കൃശഗാത്രനായിട്ടാണ് ഇരിക്കുന്നത്. ഒരു കാണാൻ പോലും ആർക്കും കഴിയാത്ത വിധത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ ഈ രാവണൻ പോയി കഴിഞ്ഞപ്പോ എന്തായി? സീതാദേവി ആകെ ദുഃഖിതയായി. പല പ്രാവശ്യമായി രാവണൻ വരുന്നു. എന്താണാവോ ഇനി ചെയ്യാന്ന് അറിയില്ല. അങ്ങനെ രാവണൻ ഈ പ്രാവശ്യം പറയേണ്ടായി, 2 മാസം വരെ ഞാൻ കാത്തിരിക്കും. അതിന് നിശാചര സ്ത്രീകളോട് പറയാണ്, രാക്ഷസിമാരോട് പറയാണ്, നിങ്ങള് ഇവളെ എങ്ങനെയെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് എന്നെ പുകഴ്ത്തി പറഞ്ഞിട്ടോ എങ്ങനെയായാലും ഇവിടെ ഒന്ന് തയ്യാറാക്കി എടുക്കണം എന്ന് പറയാണ്. അപ്പൊ അതൊക്കെ കേട്ട ആ സീതാദേവി ദുഃഖിതയാവാണ്. എന്നെ സഹായിക്കാനായിട്ട് എനിക്ക് ആരുമില്ല, അതുപോലെ രാമനെ കാണുന്നുമില്ല. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് എന്നെ മറന്നു പോയോ എന്നൊക്കെ ചിന്തിച്ച് ഖേദിച്ച് ഇങ്ങനെ ക്ഷീണിതയായി ആ ശിംശപാവൃക്ഷത്തിന്റെ ഒരു ബ്രാഞ്ചില്, ഒരു ശാഖയില് ഇങ്ങനെ തലയും മേലോട്ട് വെച്ചിരിക്കുകയാണ്. ആ സമയത്താണ്
ഹനുമാൻ സ്വാമി പെട്ടെന്ന് വിളിച്ച് കാര്യങ്ങളൊന്നും പറയാൻ സാധിക്കില്ല, പെട്ടെന്ന് പേടിച്ചു പോവുമല്ലോ. അതുപോലെ അവിടെ മുഴുവനും രാക്ഷസ സ്ത്രീകളെ കാവലിരുത്തിയിരിക്കുകയാണ്. അങ്ങനെ അവരെങ്ങാനും കേട്ട് കഴിഞ്ഞാൽ കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് പേടിച്ച് ഹനുമാൻ സ്വാമി അങ്ങനെ ഇരുന്ന് ആ രാമകഥകളെ ഇങ്ങനെ പറയാണ്. പതുക്കെ ഇങ്ങനെ രാമകഥ എങ്ങനെയാ ഒന്ന് സീതയെ പിന്നെ സീതയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒന്ന് സംസാരിക്കാൻ കഴിയുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇങ്ങനെ രാമകഥകൾ പറയാണ്. അപ്പൊ പറയാണ്, ഒരിക്കൽ ദശരഥ രാജാവിന്റെ 4 പുത്രന്മാരുണ്ടായിരുന്നു. അങ്ങനെ സ്വന്തം ഇഷ്ട ഭാര്യയുടെ കൈകേയിയുടെ വരത്തിനനുസരിച്ച് ആ ശ്രീരാമചന്ദ്രനെ കാട്ടിലേക്ക് അയക്കുന്നു. കൂടെ ലക്ഷ്മണനും പത്നി സീതയും കൂടെ പോകുന്നു. അങ്ങനെ പോകുന്നു. ആ ഓരോ കാര്യങ്ങൾ അങ്ങനെ കാനനത്തിലെത്തുന്നു. അനേകം മുനിമാരെ സന്ദർശിക്കുന്നു. അത് കഴിഞ്ഞ് ദണ്ഡകാരണ്യത്തിലെത്തി ശൂർപ്പണഖയെ കാണുന്നു. അവളുമായിട്ടുള്ള സംഘട്ടനം. അത് കഴിഞ്ഞ് അവളുടെ സഹോദരന്മാർ വന്നുള്ള യുദ്ധം. രാവണൻ പിന്നീട് രാവണനെ വിളിക്കാൻ പോകുകയാണ് അവള്. അപ്പൊ ആ സീതയുടെ ഭംഗിയൊക്കെ പറയുന്ന സമയത്ത് രാവണൻ അവളെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ആ മൃഗമായി മാരീചൻ വരുന്നു. പിന്നീട് സീതയെ സന്യാസി വേഷത്തിൽ വന്ന് കട്ടുകൊണ്ട് പോകുന്ന ആ ഒരു ചരിതമൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പൊ അതുവരെയുള്ളത് ആ സീതയെ കൊണ്ടുപോകുന്നതിന് മുമ്പേ വരെയുള്ള എല്ലാ വിവരണങ്ങളും സീതയ്ക്ക് ഇങ്ങനെ കേൾക്കുമ്പോ വളരെ സുന്ദരമായിട്ടുള്ള ആ കഥ കേൾക്കുകയാണ്. തന്റെ തന്നെ കഥയാണ്. ആരായിരിക്കും ഇത് പറയുന്നത്? ഞാൻ സ്വപ്നം കാണുകയാണ്, പക്ഷെ ഞാൻ അതിന് ഉറങ്ങിയില്ല. ആകെ ചിന്തിതയായി അകലെയായിട്ട് അവൾ ഇങ്ങനെ ഉറക്കം വരാതെ ഇരിക്കുകയാണ്. അപ്പൊ അതുമല്ല കാര്യം എന്നോർത്ത് ഇങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോഴാണ് നേരെ ഹനുമാൻ. അപ്പോഴും അവൾക്ക് വിശ്വാസം വരുന്നില്ല. ഈ രാവണൻ തന്നെ വേഷം കെട്ടി മാറി വന്നതാണോ അവളെ സ്വന്തമാക്കാൻ എന്നുള്ള നമുക്കൊരു ആപത്ത് വരുമ്പോ എല്ലാം കാണുന്നതെല്ലാം നമുക്ക് ദുർചിന്തകളായിരിക്കും അല്ലെ. അപ്പൊ അതുപോലെ ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഹനുമാൻ സ്വാമി പിന്നെ മനസ്സിലായി, കുഴപ്പമില്ല എന്ന് മനസ്സിലായിട്ട് ഹനുമാൻ സ്വാമി ഞാൻ ഹനുമാനാണ് എന്നൊക്കെ പറഞ്ഞ് അവളോട് രണ്ടുപേരും കൂടി എന്താണ് അവിടെ സീതയും ഹനുമാനും തമ്മിലുള്ള സംഭാഷണമാണ് പിന്നീട് നമ്മൾ അവിടെ കാണുന്നത്. അതിലിടയ്ക്ക് അവിടെ രാക്ഷസ സ്ത്രീകളിൽ വിഭീഷണന്റെ മകളുണ്ടായിരുന്നു ത്രിജട. അപ്പൊ ത്രിജട അങ്ങനെ ഒരു സ്വപ്നം കാണുകയാണ്. എന്തായിരുന്നു സ്വപ്നം? കുതിരപ്പുറത്ത് രാമനും ലക്ഷ്മണന്മാരും വരുന്നു. അങ്ങനെ വന്ന് ഈ രംഗം മുഴുവൻ ദഹിപ്പിച്ചുകൊണ്ട് സീതയെ മടിയിലിരുത്തി കൊണ്ടുപോകുന്നതായിട്ടുള്ള ഒരു കാഴ്ച അവൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ പറയാണ്. അപ്പൊ അവൾക്കും മനസ്സിലായി ശ്രീരാമചന്ദ്രൻ ആരാണെന്നും. അപ്പൊ ആ കഥകളൊക്കെ മറ്റ് രാക്ഷസ സ്ത്രീകളോട് പറയുന്നു. അപ്പൊ അവരും പേടിച്ച് അവിടെ ഇരിക്കുകയാണ്. അപ്പോ ത്രിജട പറയാണ്, ആ ശീലാവതിയെ നമസ്കരിക്കുന്നു. അത്രയും പതിവ്രതയായിരിക്കുന്ന, നമ്മൾ കേട്ടിട്ടുണ്ട് പുരാണങ്ങളുടെ ശീലാവതിയെ കുറിച്ചും പിന്നെ സാവിത്രിയെ കുറിച്ചൊക്കെ അല്ലെ. അപ്പൊ പതിവ്രതയായിരിക്കുന്ന അവളെ നമസ്കരിക്കൂ. അവളെ ചില്ലറക്കാരിയൊന്നല്ല. നമ്മൾ വിചാരിക്കുന്ന പോലെ അങ്ങനെ ഒരു സാധാരണ സ്ത്രീയല്ല. ആ പുരുഷനായിരിക്കുന്ന ആ പരമ തേജസ്സായിരിക്കുന്ന ശ്രീരാമന്റെ പത്നിയാണ്. എന്ന് വെച്ചാൽ പ്രകൃതി. അപ്പൊ പ്രകൃതിയും പുരുഷനും ചേർന്ന് കഴിഞ്ഞാൽ അവിടെ ഭയങ്കര ശക്തിയായിരിക്കും. അപ്പൊ പുരുഷനുള്ളടത്ത് പ്രകൃതി ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അവളെ നമസ്കരിക്കൂ എന്ന് പറയാണ്. അപ്പൊ അങ്ങനെ ഇരിക്കെ ഹനുമാൻ സ്വാമി വീണ്ടും സംസാരിക്കുകയാണ്. ഇങ്ങനെ ഞാൻ ശ്രീരാമൻ അയച്ചിട്ട് വന്നതാണ്. ശ്രീരാമൻ ഭവതി പോയതിന് ശേഷം കാട് മുഴുവനും തെരഞ്ഞു നടക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കെ ശബരിയെ കാണുന്നു. അപ്പൊ ശബരി പിന്നെ സുഗ്രീവനെ, മലയിലിരിക്കുന്ന സുഗ്രീവനെ കാണാനായിട്ട് പറയാണ്. അങ്ങോട്ട് ചെല്ലുന്ന സമയത്താണ് ദൂരേന്ന് വരുന്ന കണ്ട് സുഗ്രീവൻ മാരുതിയെ അയക്കുന്നത് സ്വാഗതം ചെയ്യാനായിട്ട്. അങ്ങനെ മാരുതി വന്നു കഴിഞ്ഞ് ആദ്യം അന്വേഷിക്കാനാണ് വരുന്നത് ആരാണെന്ന്. അങ്ങനെ വന്നു കഴിഞ്ഞ് മാരുതിയും ശ്രീരാമചന്ദ്രനും തമ്മിലുള്ള സംഭാഷണത്തിൽ തന്നെ ശ്രീരാമചന്ദ്രന് മനസ്സിലാവാൻ ഇത് സാധാരണ ഒരു വാനരനല്ല, വളരെ വൈയാകരണനായിട്ടുള്ള ആ
മാരുതി പിന്നെ എന്ത് ചെയ്യുന്നു? ശ്രീരാമനെ തന്റെ തോളിലിരുത്തി സുഗ്രീവന്റെ അടുത്ത് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ആ കഥകളൊക്കെ പറയാണ്. അതിനുശേഷം സുഗ്രീവന്റെ ഇംഗിതം അറിഞ്ഞുകൊണ്ട് തന്റെ ജ്യേഷ്ഠനായ ഭാര്യയെ വധം ചെയ്യുന്നു. സുഗ്രീവനെ രാജാഭിഷേകം ചെയ്ത് രാജാവായിട്ട് വാഴിക്കുന്നു. അതിനുശേഷം ആ സുഗ്രീവൻ ഒരു കരാറുണ്ട്. രാജാവായിട്ട് ശ്രീരാമസ്വാമി സുഗ്രീവനെ വാഴിച്ചപ്പോൾ സുഗ്രീവനും മറിച്ച് ആ സീതാന്വേഷണത്തിന് വേണ്ടി പ്രയത്നിക്കണം എന്നുള്ള ഒരു കാര്യം ഉള്ളത് തന്റെ കിഷ്കിന്ധാ രാജ്യത്തിലെ മുഴുവൻ കവികളെയും കൊണ്ട് സീതാന്വേഷണത്തിന് അയക്കുകയാണ്. അങ്ങനെയാണ് 4 ദിക്കിലേക്കും ആ കവികളെ അയച്ചു. ആ കൂട്ടത്തിൽ വന്ന ഒരു ശ്രേഷ്ഠനായ വാനരനാണ് ഹനുമാൻ എന്നു പേരുള്ള ഞാൻ എന്ന് സീതയ്ക്ക് ഹനുമാൻ സ്വാമി പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ അവിടെ എത്തി ശ്രീരാമസ്വാമി കാര്യമൊക്കെ പറഞ്ഞപ്പോ സീതയ്ക്ക് കുറച്ച് മനസ്സിന് തണാവ് തട്ടിത്തുടങ്ങി. അങ്ങനെ ശാന്തമായി, അതൊക്കെ പേടിച്ചു, എന്നാലും ശാന്തമായി അങ്ങനെ ഹനുമാൻ സ്വാമി ആ ശ്രീരാമദേവൻ കൊടുക്കാനായി തന്നയച്ച ആ അങ്കുരീയം പ്രദാനം ചെയ്യുന്നു, സീതാദേവിക്ക് കൊടുക്കുന്നു. അതൊക്കെ കണ്ടപ്പോ സീതാദേവിക്ക് വിശ്വാസമായി. ഇവിടെ ഹനുമാൻ പറയുന്നുണ്ട്, ഞാൻ എന്നെ വിശ്വസിക്കണം ദേവി, ഞാൻ കപട തരങ്ങളൊന്നും കാണിക്കുന്ന ഒരാളല്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ വിശ്വസിച്ച് അങ്ങനെ ശ്രീരാമസ്വാമി എന്തേ വന്നിട്ട് ഞാൻ ചോദിക്കുകയാണ്. അപ്പൊ പറഞ്ഞു, ഞാൻ തിരയാൻ വേണ്ടി വന്നതാണ്. ശ്രീരാമസ്വാമിക്ക് അങ്ങനെ എവിടെ കിടക്കാനൊന്നും സാധിക്കില്ല. അപ്പൊ മനുഷ്യനായിട്ടാണല്ലോ ഇപ്പോ. അപ്പൊ ഞാൻ അതിനെ തിരയാനായിട്ട് സമുദ്രം ചാടിക്കിടന്ന് ഇവിടെ എത്തിയതാണ് എന്നുള്ള കാര്യമൊക്കെ പറയാണ്. അങ്ങനെ അവര് വളരെ സന്തോഷത്തോടുകൂടെ പതുക്കെ സംസാരിച്ചു കൊണ്ടിരുന്ന് ശേഷം സീത പറയാണ്, രാത്രിയാണ്, ആ രാവിലെ ആകുമ്പോഴേക്കും ഇവിടെ നിന്ന് പോകണം. കാരണം രാക്ഷസ കണ്ടു കഴിഞ്ഞാൽ ഒരു രക്ഷയുമില്ല. അപ്പൊ അങ്ങനെ പോണം എന്ന് പറയാണ്. അതിനു മുമ്പായിട്ട് എന്റെ ഒരു പാരിതോഷികം കൂടെ കൊടുക്കൂ എന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു ഇത് കൊടുക്കും. സീതയ്ക്ക് കൊടുത്തപ്പോ സീത തിരിച്ച് ചൂടാമണി പ്രദാനം ചെയ്യും. അപ്പൊ അതിന്റെ കൂടെ പറയും ഒരു കഥയും, രഹസ്യമായിട്ടുള്ള ഒരു കഥയും രാമനും ശ്രീരാമദേവനും മാത്രം അറിയാവുന്ന രഹസ്യ കഥയും കൂടെ ഒന്ന് ഓർമ്മിപ്പിച്ചോളൂ. അപ്പൊ ശ്രീരാമസ്വാമിക്ക് എന്നെ കണ്ടു എന്നുള്ള പൂർണ്ണമായ വിശ്വാസം ഉണ്ടായിരുന്നു. കഥ ആ ഇന്ദ്രപുത്രനായ ജയന്തന്റെ കഥയായിരുന്നു. ഒരിക്കൽ പലല സകലങ്ങൾ പ്രശ്നങ്ങൾ അവിടെ ഉണക്കാനിട്ട് സീതയുടെ മടിയിൽ തലവെച്ചുകൊണ്ട് രാമനും ഉറങ്ങുന്നുണ്ടായിരുന്നു. അങ്ങനെ അത് നോക്കിയിരിക്കെ അപ്പൊ ഒരിക്കലപ്പോ ഒരു വാദപ്രതിവാദം വന്നു. ശ്രീരാമൻ മാംസം കഴിക്കുന്നു. ഒരു ക്ഷത്രിയന് മാംസം കഴിക്കാതിരിക്കാൻ സാധിക്കില്ല. അപ്പൊ ക്ഷത്രിയ കുലത്തിൽ പെട്ട അവരെല്ലാം തന്നെ മാംസാദികളെല്ലാം കഴിക്കുന്നവരാണ്. ആ കാനനത്തില് കേറിയ ഉടനെ തന്നെ പറയുന്നുണ്ട്, ഒരു മാനിനെ കൊന്നു ആ മാംസം വെച്ച് ഭക്ഷിച്ചു എന്നൊക്കെ. അപ്പൊ അവര് ക്ഷത്രിയരായത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ മാംസമൊക്കെ ഉണക്കാനിട്ടിരിക്കുകയാണ്. അതല്ലേ കാനനമല്ലേ, അത് തോന്നുമ്പോ കിട്ടില്ലല്ലോ. അപ്പൊ അതൊക്കെ ഉണക്കാനിട്ടിരിക്കുകയാണ്. അത് വന്ന് കൊത്തിയൊക്കെ പല പ്രാവശ്യം കൊത്തി കൊണ്ടുപോയപ്പോ സീത പാഷാണങ്ങൾ, കല്ലുകൾ എടുത്ത് എറിയാണ് ചെയ്യുന്നത്. ഇത് കണ്ട് ജയന്തൻ, ഇന്ദ്രപുത്രനായിരിക്കുന്ന ജയന്തൻ വന്ന് സീതാദേവിയെ കുത്തിയിട്ട് പ്രഹരിക്കുന്നു. അവിടെ ശ്രീരാമൻ ഉണർന്നു നോക്കുമ്പോ സീതാദേവിയുടെ മുഖത്തൊന്നും ചോര ഒഴുകുന്നതായിട്ടാണ് കണ്ടത്. അപ്പൊ കാരണം ഇറക്കിയതിന് ശേഷം ആ ജയന്തനെ ദിവ്യാസ്ത്രം ചെയ്തുകൊണ്ട് അവനെ വധിക്കാനുള്ള ശ്രമമായിരുന്നു. പക്ഷെ വധിച്ചില്ലായിരുന്നു. അങ്ങനെ അവൻ അപേക്ഷിക്കുകയാണ്, എന്നെ ഒന്നും ചെയ്യരുത് എന്ന് പറഞ്ഞു. അപ്പൊ എന്തായി, അവിടെ പറയുന്നു ആ ശാപത്തിന് വീര്യം കുറഞ്ഞു. അത് വീര്യം കുറച്ചു കൊടുത്തു. അതൊരു കണ്ണ് മാത്രം ആണ് ചെയ്യുന്നത്. അങ്ങനെ സീതാദേവി ഹനുമാൻ പറയാണ്,
ചൂടാമണി കാണിച്ചുകൊണ്ട് എന്റെ ഭർത്താവിനെ സമാശ്വസിപ്പിക്കൂ എന്നെ കണ്ടതായിട്ട് എത്രയും വേഗം. അതിനിടയ്ക്ക് ഹനുമാൻസ്വാമി പറയുന്നത് ഞാൻ നിന്നെ തോളിലിരുത്തി കൊണ്ടുപോകാമെന്ന്. പക്ഷേ സീത വാഗ്ദാനം ചെയ്തു, എന്റെ പതി എന്ന് വന്ന് എന്നെ കൊണ്ടുപോകുന്നു അന്നേ ഞാൻ ഇവിടെ നിന്നും അനങ്ങുള്ളൂ. അപ്പൊ ആ ഒരു കാര്യവും ഹനുമാൻസ്വാമിക്ക് സാധിക്കാതായി. അങ്ങനെ ശ്രീരാമസ്വാമിയെ തിരിച്ച് ഇതെല്ലാം കാണിക്കാനും പറയാനുമായിട്ട് ഹനുമാൻസ്വാമിയെ പോകൂ എന്ന് പറഞ്ഞ് സീത അനുഗ്രഹിച്ചയക്കാണ്. മകനെ എന്നാണ് വിളിക്കുന്നത്, കാരണം ഒരു മാതാവാണല്ലോ, സീതാ മാതാവാണ് എല്ലാവരും. അപ്പൊ അങ്ങനെ പോയി വരൂ എന്ന് പറയുന്നു. പക്ഷെ അവിടെ നിന്നും പോന്ന ഹനുമാൻസ്വാമി അവിടെ തിരിച്ചെത്തിയോ എന്ന് നമുക്ക് നാളെ നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ ഇവിടെ പുരാണങ്ങളൊക്കെ എന്താണ് നമുക്ക് അവരൊക്കെ ഇന്ന് ഞാൻ രാവിലെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ കുരുക്ഷേത്ര യുദ്ധം കണ്ടു. അങ്ങനെ ദുശാസനനെ ആ കൊല്ലുന്ന ഒരു രംഗമൊക്കെ കണ്ടു. അപ്പൊ അവരൊക്കെ എത്രയും ബുദ്ധിയുള്ളവരും ജ്ഞാനികളും ആയിട്ടുള്ളവരാണ് അല്ലെ. നിസ്സാര കാര്യത്തിനൊക്കെ ഇന്നും നമുക്കറിയാം നമ്മുടെ ഇടയിലും ആൾക്കാരും ഒക്കെ കട കട്ടി പിന്നെ വെട്ടിക്കൊന്ന് മരിക്കുകയാണ് ചെയ്യുന്നത്. എന്തിന് ഈ ഒരു ശ്രേഷ്ഠമായ മനുഷ്യജന്മം നമുക്ക് ലഭിക്കുന്നത് നമ്മളിങ്ങനെ വെട്ടിക്കൊന്ന് മരിക്കാനാണോ? അല്ല. അപ്പൊ അത് അവർക്കതൊന്നും എന്താണ് ദേഷ്യത്തെ സഹിക്കാനോ അല്ലെങ്കിൽ ആ കോപത്തെ വിട്ടുകൊടുക്കാനോ സാധിക്കുന്നില്ല എന്നതാണ് സത്യമായ കാര്യം. അപ്പൊ നമ്മളൊക്കെ ഈ പുരാണങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്, തനിയെ വരുന്ന നമ്മൾ തനിയെ തിരിച്ചു പോകുന്നു അല്ലെ. ഒരു കാര്യത്തിനൊക്കെ വേണ്ടി മറ്റൊരാളെ ഉപദ്രവിക്കുന്നു, മനഃപൂർവ്വം മറ്റൊരാളെ വിഷമിപ്പിക്കുന്നു. അതിന്റെ ഒന്നും ആവശ്യമില്ല. എല്ലാവരും സൗഹാർദ്ദമായി സ്നേഹത്തോടെ ജീവിക്കുമ്പോ എന്തൊരു സന്തോഷാണെന്ന് നോക്കൂ. അപ്പൊ നമ്മളിപ്പോ ഈ പുരാണങ്ങളൊക്കെ പഠിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ്? വെറുതെ കയറി അത് കുറെ വായിച്ചു ഭക്തിമാർഗം അതൊന്നും അല്ല കാര്യം. നമ്മൾ അതൊക്കെ ആചരിച്ചുകൊണ്ട് നമ്മൾ മറ്റുള്ളവർക്ക് വിഷമം വരാത്ത വിധത്തിലുള്ള ഒരു ജീവിതം നയിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. വെട്ടിക്കൊന്നു കഴിഞ്ഞാൽ നമ്മുടെ തന്നെ ആ ശ്രേഷ്ഠമായ ജീവിതം പോകുകയാണ് അല്ലെ. ഇനി നമുക്ക് പലപ്പോഴും തോന്നും ഇങ്ങനെയൊന്നും ചെയ്യാത്തവരും ദുഃഖങ്ങൾ അനുഭവിക്കുന്നു. ഇതൊക്കെയാണ് പറയുന്നത്. ആ കൊണ്ടുവന്നിരിക്കുന്ന കർമ്മഫലങ്ങള്, സഞ്ചിത കർമ്മഫലങ്ങളൊക്കെ നമ്മളിവിടെ അനുഭവിച്ചേ തീരുള്ളൂ. അനുഭവിച്ചു പോയാൽ സമാധാനം ഉണ്ട് കേട്ടോ. അപ്പൊ പിന്നെ അടുത്ത ജന്മെങ്കിലും നമുക്ക് നല്ലതായിട്ട് ഇരിക്കാലോ. അപ്പൊ അറിയാതെയോ അറിഞ്ഞിട്ടൊക്കെ നമ്മൾ ഒരുപാട് തെറ്റുകളൊക്കെ ചെയ്യും. അപ്പൊ അതിനൊന്നും ഇടവരുത്താതെ നമുക്ക് നല്ലവരായിട്ട് ജീവിക്കാൻ ശ്രമിക്കുക, അന്യോന്യം സഹകരിക്കുക, സഹായിക്കുക. എന്തിനാ നമ്മളൊക്കെ കുറെ കൂട്ടി വെച്ചിട്ട് ഒന്നും കൊണ്ടുപോകുന്നില്ല അല്ലെ. അപ്പൊ മറ്റുള്ളവരെ സഹായിക്കുക. ഇപ്പൊ തന്നെ നോക്കൂ, രാമായണം എല്ലാവർക്കും ആ കഥ അറിയാം. പക്ഷെ ഇവിടെ അധികം ആരും ഒന്നും വന്നിട്ടില്ല. കാരണം എന്താണ്? അതൊക്കെ അറിയാമെന്നുള്ള കാര്യം. പക്ഷെ ചിലപ്പോഴൊക്കെ മറ്റുള്ള തരത്തിലുള്ള ആ കർമ്മങ്ങൾ ഉണ്ടായിരിക്കും, ബിസി ആയിട്ടുള്ള വർക്കുകൾ ഉണ്ടായിരിക്കും, അങ്ങനെയാവാം. അല്ലാത്തവർക്കും ഇതൊക്കെ കേട്ട് ആ കർക്കിടക മാസമാണ്, ആ രാമായണൊക്കെ കേട്ട് ആ ഒരു ശാന്തമായ അന്തരീക്ഷത്തിലിരുന്ന് ഭഗവത് സ്മരണ ചെയ്യാൻ സാധിച്ചാൽ അതൊരു ധന്യമായ മുഹൂർത്തമാണ്. അപ്പൊ എല്ലാവർക്കും തിരക്കുള്ളവർ തന്നെയാണ് അല്ലെ. പക്ഷെ നമ്മൾ ഈ ഒരു കാര്യങ്ങളിലൊക്കെ എവിടെയെങ്കിലും കൂടിയാൽ മതി. ഇപ്പൊ ഇവിടെ തന്നെ വരണമെന്നില്ല, സത്സംഗങ്ങളിലൊക്കെ കൂടുക, അമ്പലങ്ങളിലായാലും എവിടെയെങ്കിലുമൊക്കെ കൂടി കുറച്ചു നേരം ആ എന്താണ് ഈശ്വര സ്മരണ ചെയ്യുക. അപ്പൊ നമ്മുടെ എല്ലാ ദുഃഖങ്ങളും ത്തിനൊക്കെ ഒരു അറുതി വരും. വിട്ടുപോകൊന്നുമില്ല, എന്നാലും അറുതി വരും. നമുക്കൊരു ശാന്തമായ സമാധാനമായ അന്തരീക്ഷമൊക്കെ നമുക്ക് സൃഷ്ടിച്ചെടുക്കാൻ സാധിക്കും. അപ്പൊ എപ്പോഴും നന്മകളെ പറ്റി സംഘങ്ങളിലൊക്കെ ചേർന്ന് നമ്മൾ പഠിക്കാൻ ഒക്കെ ശ്രമിക്കുക. അതേ ഉള്ളൂ കാര്യം നല്ലതിനായിട്ട്. അപ്പൊ നമുക്ക് ഇവിടെ നിർത്താം. ഇത്രയും പറയാൻ എനിക്ക് അവസരം തന്നതിന് ഗിരിജാത്ത സമിതിയോടൊക്കെ നന്ദി പറയാണ്. കുറച്ചെങ്കിലൊക്കെ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഹരിയോം. എത്ര എത്ര രഘുനാഥ കീർത്തനം സത്ര സത്ര കൃതമസ്തകാഞ്ജലി രാജവാരി പരിപൂർണലോചനം മാരുതിം നമതരാശാന്തകം. പറയുന്നു എത്ര എവിടെയൊക്കെ തന്നെ ശ്രീരാമസ്വാമിയുടെ
നാമം കേൾക്കുന്നു. ഹനുമാസ്വാമി ആ കണ്ണീരൊഴുക്കിക്കൊണ്ടാണ് ഹസ്തകാഞ്ചലി കൈകൂട്ടിയിരിക്കുന്നത് എന്നാ പറയുന്നത്. അപ്പൊ ഒരു ശ്രീരാമന്റെ ദാസനായി ഭക്തനായിട്ട് ആ ഹനുമാസ്വാമി ചിരഞ്ജീവിയായിട്ട് വാഴുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുക അല്ലെ. എത്രയോ അറിവുള്ള ജ്ഞാനിയാണ്, വൈയാകരനാണ്, എന്നാലും ആ ഒരു ഭാവവും അഹങ്കാരവും ഇല്ലാതെ ഈശ്വരസ്മരണയോടെ ആ ശ്രീരാമനെ മാത്രം ഭജിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നമുക്കും സ്വല്പമൊക്കെ അങ്ങനെ ആവാതെ ഒന്നുമില്ലെങ്കിലും ആ കർക്കിടക മാസത്തെങ്കിലും ദിവസേന ഇരുന്ന് രാമായണം ജപിച്ച് ആ മുക്തി നേടാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. കായേന വാചാ മനസേന്ദ്രിയൈവ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം നാരായണായേതി സമർപ്പയാമി. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരി ഓം. ഇന്നിവിടെ ഈ കർക്കിടകവാവ് ദിവസത്തിൽ വളരെ ഭക്തിപൂർവമായ ഒരു ദിവസത്തിൽ നമുക്ക് വേണ്ടി രാമായണ പാരായണം ആലപിച്ച ജ്യോതി അക്ക, ലതിക അക്ക, അതുപോലെ സുകുമാരി അക്കയ്ക്ക് എന്തോ തടസ്സം നേരിട്ടതിനാൽ അതിന് പകരമായി വായിച്ച ഹിർജി അക്ക എന്നിവർക്കും വളരെ സ്നേഹത്തോടെ വളരെ നന്നായിട്ട് വായിച്ചു. അത് പ്രത്യേകം പറയാതിരിക്കാൻ നിർത്തിയില്ല. എല്ലാവർക്കും നിവർന്നിരിക്കാം. കൈകൾ നമസ്കാര സ്ഥിതിയിൽ, കണ്ണുകൾ സാവധാനം അടയ്ക്കട്ടെ, ഒരു പുഞ്ചിരി മുഖത്ത് വരട്ടെ. നമുക്ക് ലോക കല്യാണ മന്ത്രം. സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയാ, സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി.